ഈശോ മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം ചില പ്രസ്താവനകളൊക്കെ നടത്താറുണ്ട്. ക്ഷമിക്കുന്നതിനും ഒരു പരിധിയില്ലേ? ബാക്കിയെല്ലാം ഞാൻ ക്ഷമിക്കാം, പക്ഷെ നീ പറഞ്ഞ ആ ഒരു വാക്ക്, ആ ഒരു പ്രവൃത്തി, അതെന്നെ കൊണ്ട് ക്ഷമിക്കാൻ പറ്റില്ല. ഇങ്ങനെയുള്ള പ്രസ്താവനകൾ നമ്മൾ ഇറക്കുന്നത് നമ്മളെ കൊണ്ട് ക്ഷമിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. പക്ഷേ നമ്മൾ തന്നെ തമ്പുരാൻ്റെ മുമ്പിൽ എത്രയോ തവണ നമ്മുടെ തെറ്റുകൾക്ക് മാപ്പ് ചോദിക്കുന്നു. കുമ്പസാരത്തിൽ എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ ചിലപ്പോൾ ഒരേ പാപങ്ങൾ തന്നെ ആവർത്തിക്കുന്നില്ലേ? എത്രയോ തവണ. അതൊക്കെ കർത്താവ് ക്ഷമിക്കണമെന്നും പൊറുക്കണമെന്നും നമ്മളെ അനുഗ്രഹിക്കണമെന്നും ഒക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സഹോദരങ്ങളോടും ക്ഷമിക്കാൻ നാം തയ്യാറാകുന്നില്ലെങ്കിൽ കർത്താവിന് നമ്മളോടും ക്ഷമിക്കാനാവില്ല. അത് വ്യക്തമായിട്ട് വചനത്തിലൂടെ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സ്വർഗ്ഗസ്ഥനായ പിതാവേ എന്ന് പ്രാർത്ഥിക്കുമ്പോഴും അത് തന്നെയാണ് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. ഞങ്ങളുടെ സഹോദരങ്ങളോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളോടും ക്ഷമിക്കണമേ. അപ്പോൾ എന്നെക്കൊണ്ട് ഇനി ക്ഷമിക്കാനാവില്ല, പരിധിയില്ലേ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ കർത്താവും അങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നില്ല. നാം നിത്യ അഗ്നിയിലേക്ക്, നരകത്തിലേക്ക് പോകേണ്ടി വരും. കർത്താവേ, ഞങ്ങളെല്ലാവരെയും അങ്ങ് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.